മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ പോയ വർഷത്തെ സ്കൂൾ കലോത്സവം എല്ലാവർക്കും ഒരുപക്ഷെ ഓർമ്മയുണ്ടാകും. കലോത്സവത്തിൽ ഭരതനാട്യമോ മോഹിനിയാട്ടമോ നാടകമോ ഒന്നുമല്ല നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. മറ്റൊരു നാടകം കളിച്ചല്ലോ, ഒരു നമ്മുടെ സർവകലാശാലയിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ പദവിയിൽ ഇരുന്നു കൊണ്ട് മാധ്യമവേഷവും കെട്ടി ഒരു ബിരുദൻ നമ്മുടെ പഴയിടത്തിന് ഒതുക്കാൻ ശ്രമം നടത്തി. അതായത് ഭക്ഷണ സ്ഥലത്ത് നോൺ വിളമ്പണം. ഇപ്പോൾ ഒരു സംശയമുണ്ട്, വീണ്ടും ഈ നോണുമായിട്ട് ആ ബിരുദൻ ഇറങ്ങുമോ എന്ന്. കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പഴയിടം മോഹൻ നമ്പൂതിരി തന്നെ ഇത്തവണയും ഭക്ഷണം ഒരുക്കും. നോൺ വെജ് വിവാദത്തെ തുടർന്നാണ് കലാമേളയിൽ ഇനിയും ഭക്ഷണം ഒരുക്കില്ല എന്ന് കഴിഞ്ഞ തവണ പഴയിടം ഉറപ്പിച്ചു പറഞ്ഞിരുന്നത്. വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ വിളമ്പൂ എന്ന് സർക്കാർ വ്യക്തമാക്കിയതോടെയാണ് പാചകത്തിനുള്ള ടെൻഡറിൽ പഴയിടം പങ്കെടുത്തത് തന്നെ. ജനുവരി 3-ന് കൊല്ലത്തെ കലോത്സവ കലവറയിൽ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുമെന്നും താൻ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരമായെന്നും പഴയിടം മോഹൻ നമ്പൂതിരി പ്രതികരിച്ചിട്ടുണ്ട്. കലോത്സവ ഭക്ഷണത്തിൽ നോൺ വെജ് ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് ഇനി കലോത്സവത്തിന് ഭക്ഷണം ഒരുക്കാനില്ലെന്ന് പഴയിടം മോഹൻ നമ്പൂതിരി പ്രഖ്യാപിച്ചത്. നോൺ വെജ് വിവാദത്തിന് പിന്നിൽ വർഗീയ അജണ്ടയാണെന്നും വിവാദങ്ങൾ വല്ലാതെ ആശങ്ക ഉണ്ടാക്കിയെന്നും പഴയിടം മോഹൻ നമ്പൂതിരി അന്ന് പ്രതികരിച്ചിരുന്നു. ഈ വിവാദം തുടങ്ങി വെച്ച ആ മാധ്യമവേഷം കെട്ടി നടക്കുന്ന ആ പുങ്കവൻ എന്തായിരുന്നു യഥാർത്ഥത്തിൽ? അദ്ദേഹത്തിന് നമുക്കറിയാം, ഒരു ഇടതുപക്ഷ ചായ്വിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹം ചെയ്യുന്നത് എന്താണ്? ഈ ലീഗ് പ്രീണനം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് നോൺ വിളമ്പുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു വിഷയം എടുത്തിട്ട് അതിനെ കത്തിച്ചത്. അങ്ങനെ കലോത്സവത്തിൻ്റെ ഒരു പ്രതിച്ഛായയ്ക്ക് തന്നെ ആ മാധ്യമ പ്രതിഭ എന്ന് പറഞ്ഞ് നടക്കുന്ന ആ പുങ്കവൻ കളങ്കം വരുത്തി എന്നുള്ളതാണ്. എന്തായാലും ഇനി വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ വിളമ്പൂ എന്ന് സർക്കാർ ഉറപ്പിച്ചു പറഞ്ഞതോടെയാണ് പഴയിടം വീണ്ടും കലോത്സവത്തിലേക്ക് എത്തുന്നത്. ഇനി ആ മാധ്യമ പുങ്കവൻ ഇനി ഇവിടെ നോൺ വെജ് കലർത്താനായിട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു.